നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോസിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്പാനിങ്ങിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം പറയാം, നമ്മൾ സ്പാനിങ്ങിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ മുമ്പ് ചെയ്ത പോലെ പ്രോബ്ലംസിനെ നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് നമ്മുടെ യുണീക്കായിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് ആദ്യം സ്പാനിങ്ങിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് ഓർക്കാം. നമ്മൾ പല രീതിയിൽ സ്പാനിങ് പറഞ്ഞു. ഒരെണ്ണം, സ്പാൻ ഓഫ് എസ് സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്, സ്പാൻ ഓഫ് എസ് അല്ലേ. മറ്റൊന്ന്, സ്പാൻ ഓഫ് എസ് ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ് കണ്ടെയ്നിങ് എസ്. മൂന്നാമത്തത്, ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ, സ്മോളസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് കണ്ടെയ്നിങ് എസ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ ഡെഫിനേഷനാണ്. ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. നമുക്കിവിടെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദ സെറ്റ്, ഒരു സെറ്റ് തന്നിട്ടുണ്ട്, R3യുടെ ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ നോക്കേണ്ടത്? വെദർ ദിസ് സബ്സെറ്റ് സ്പാൻ R3യുടെ ചില സ്പാനിങ് സെറ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ 1 0 0 0 1 0 0 0 1 R3യെ സ്പാൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ, ഈ ഒരു സെറ്റ് R3യെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ, നിങ്ങൾ നമ്മുടെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എസ്സിലെ എലമെൻസിൻ്റെ ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്യുക. പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും കൺസിഡർ ചെയ്യുക. V1 V2 V3 ആണെങ്കിൽ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3, C1 C2 C3ക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസും എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വെദർ യു ക്യാൻ ഗെറ്റ് R3 ഓർ നോട്ട്. പക്ഷേ നമുക്കത് പോസിബിൾ ആണോ? എല്ലാ ലീനിയർ കോമ്പിനേഷൻസും കൺസിഡർ ചെയ്യാൻ നമുക്ക് സമയമില്ല, അത് പോസിബിൾ അല്ല. പകരം നമ്മൾ എന്താ നോക്കുക? നമ്മൾ തിരിച്ചാൽ നോക്കുക. R3യിലെ മെമ്പർ എടുക്കുക. ആ R3യിലെ മെമ്പറിന് ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. യു ചൂസ് എ ജനറൽ എലമെൻറ്റ് ഫ്രം R3. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. യു സെലക്ട് എ ജനറൽ എലമെൻറ്റ് ഫ്രം R3 ആൻഡ് ചെക്ക് വെദർ ദാറ്റ് എലമെൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്. ക്ലിയർ? അപ്പോൾ രണ്ടുമുള്ള കണക്ഷനുകൾ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ പറഞ്ഞത് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു R3. അത് നോക്കേണ്ട യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മൾ തിരിച്ചാണ് നോക്കുന്നത്. R3യിൽ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമോ? ഇത് നമ്മൾ നോക്കുന്നത്. ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യാം. R3യിലെ മെമ്പേഴ്സ് നമുക്കറിയാം, ഓർഡർ ട്രിപ്പിറ്റ് ആയിരിക്കും. സൊല്ലറ്റ് ABC ബിലോങ്സ് ടു R3. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ മെമ്പറിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. ഇഫ് പോസിബിൾ C1 into 1 1 2 plus C2 into 1 0 1 plus C3 into 2 1 3 is equal to ABC. ഓക്കെ, ഇതിൻ്റെ സിസ്റ്റം ആക്കി മാറ്റാം. ഫസ്റ്റ് കോർഡിനേറ്റ് എടുക്കുക. ഫസ്റ്റ് കോർഡിനേറ്റ് ഇതൊക്കെ നമ്മൾ ധാരാളം ചെയ്തതാണ്. C1 plus C2 plus 2C3 is equal to A. Second equation, second coordinates are again C1 plus 0 C2 plus C3 is equal to B. Third coordinate 2C1 plus C2 plus 3C3 is equal to C. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഡയറക്റ്റായിട്ട് യു റൈറ്റ് ഇത് ഒരു നോൺ ഹോമോജനസ് സിസ്റ്റമാണല്ലോ. ABC ജനറൽ എലമെൻറ്റാണ്. നോൺ ഹോമോജൻ സിസ്റ്റമാണ്. ABC ഏത് വാല്യൂ വേണം വരാം. നോൺ ഹോമോജൻസ് നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതണം. സോ വാട്ട് ഈസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്? എപ്പോഴാണ് നോൺ ഹോമോജനസിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക? ഇഫ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആൻഡ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഹാവ് ദ സെയിം റാങ്ക്. നമ്മളിവിടെ എഴുതാൻ പോകുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സാണ്. സോ 1 1 2 1 0 1 2 1 3. ഇപ്പോൾ എഴുതിക്കുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സാണ്. ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ കോൺസ്റ്റൻസിനെ ചേർക്കും. ABC. റോ റിഡക്ഷൻ നടത്താം.
ഇവിടെ 1 വരണം, 1 ആണ് ഓൾറെഡി. സോ 1 1 2 a. ഇനി ആ 1 വന്ന കോളത്തിലൊക്കെ 0 വരണം, ഇവിടെ 0 വരണം. സോ 1 - 1 0 -1 1 - 2 -1 b - a. ശരിയല്ലേ? ഇനി ഇവിടെ 0 വരണം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. സോ 2 2 - 2 0 2 1 - 2 -1 4 3 - 4 -1. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ c - 2a. ശരിയല്ലേ? ഇനി ഇവിടെ 1 ആക്കണം, അതിന് ത്രൂ ഔട്ട് നിങ്ങൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വലൻ ടു 1 1 2a. When multiplying this row with -1 you will get 0 1 1. ഇവിടെ -1 മൾട്ടിപ്ലൈ ചെയ്താൽ a - b ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഈ ഒരു സ്റ്റെപ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് അതിന് ഈ തേർഡ് ഓവറോടെ 0 ആക്കാം, ആഡ് ചെയ്താൽ മതി. സോ 0 0 0. ശരിയല്ലേ? ഇനി അയാളങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ -a -b. ശരിയല്ലേ? -a -b പ്ലസ് c എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, സിസ്റ്റം നമുക്കറിയാം, നോൺ ഹോമോജനസ് സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആൻഡ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ഷുഡ് ഹാവ് ദ സെയിം റാങ്ക്. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ കോഎഫിഷ്യൻ്റ് മെട്രിക്സ്? കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ഇട്ടാൽ നമ്മൾ ഇവരെ മറച്ച് വയ്ക്കുകയല്ലേ ചെയ്യുക? ഇതാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. ആൻഡ് റാങ്ക് ഈസ് ഈക്വൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 2 ആണ്. സോ റാങ്ക് ഓഫ് ദ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു 2 ആണ്. നൗ വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്? ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് കാണുമ്പോൾ നിങ്ങൾ നോക്കൂ, 1 2. ഇയാളെ കുറിച്ച് നിങ്ങൾ നോക്കിയേ. സപ്പോസ് ദിസ് ഈസ് നോൺ സീറോ. ഈ എലമെൻറ്റ് നോൺ സീറോ ആണെന്ന് എഴുതിക്കോ. ഈ എലമെൻറ്റ് നോൺ സീറോ ആണെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 3 ആണ്. ശരിയല്ലേ? അപ്പോൾ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ റാങ്ക് 2 ആയി, ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് 3 ആയി. സൊല്യൂഷൻ ഉണ്ടാവുമോ? ഇല്ല. എപ്പോഴേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ? ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് കൂടെ എത്ര വരണം? 2 വരണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് 2 വരണമെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 2. ഇയാളുടെ വാല്യൂ എത്രയാവണം? ഇയാളുടെ വാല്യൂ 0 ആയാൽ മാത്രമേ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് 2 ആവുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ -a -b പ്ലസ് c ഈക്വൽ 0 ആണെങ്കിൽ മാത്രമേ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉള്ളൂ. ദാറ്റ് മീൻസ് a + b = c ആണെങ്കിൽ മാത്രമേ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉള്ളൂ. അപ്പോൾ എല്ലാ ABC, നമ്മൾ ABC എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ABC R3 ഒരു ജനറൽ എലമെൻറ്റാണ്. ജനറൽ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സൊല്യൂഷൻ ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. എങ്ങനെയുള്ള ABC ഒക്കെ ഉണ്ടാവുള്ളൂ? a + b = c എന്നുള്ള ടൈപ്പിലുള്ള R3 മെമ്പേഴ്സിനെ മാത്രമേ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ കഴിയുള്ളൂ. ദാറ്റ് മീൻസ് ദിസ് സെറ്റ് ഡസ് നോട്ട് സ്പാൻ R3. R3യെ സ്പാൻ ചെയ്യുന്നില്ല. ക്ലിയർ? ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ a + b = c എന്നുള്ള കണ്ടീഷൻ കിട്ടിക്കുന്നത് 1 1 2 എന്നുള്ള എലമെൻറ്റ് എടുക്കുക. 1 1 2. അവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ നോക്കിയാൽ a + b = c ആ. 1 അങ്ങനെ വരുന്ന എലമെൻറ്റ്സിനൊക്കെ 2 3 5 അങ്ങനെ a + b = c കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന R3 മെമ്പേഴ്സിനൊക്കെ ഇവരുടെ എലമെൻറ്റ്സ് ആയിട്ട് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയും. പക്ഷേ എല്ലാ എലമെൻറ്റ്സിനും കഴിയില്ല. ദാറ്റ് മീൻസ് ദിസ് സെറ്റ് ഡസ് നോട്ട് സ്പാൻ R3. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതുപോലെ ഇത്രയൊന്നും എഴുതി പോകുന്നില്ല. സെയിം സ്റ്റെപ്പുകളാണ്. ലെറ്റ് ABC belongs to R3 and we are verifying that whether that ABC can be expressed as a linear combination of these elements. അല്ലേ? അപ്പോൾ ഞാൻ ചെറിയ സ്റ്റെപ്പുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. C1 into 1 1 1 plus C2 into 1 2 3 plus C3 into 1 5 8 is equal to ABC. ഇനി ഇതിനെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ വരും. ഞാൻ എല്ലാ സ്റ്റെപ്പുകളും എഴുതുന്നില്ല. 1 2 3 1 5 8 A B C. ഇവിടെ 1
സോ 1 1 1 എ. ഇവിടെ 0 വരുത്തണം. സോ 1 മൈനസ് 1 0 1 4 ബി മൈനസ് എ. ഓക്കെ, ഇവിടെ 0 വരുത്തണം. സോ 1 മൈനസ് 1 0 3 മൈനസ് 1 2 8 മൈനസ് 1 7 സി മൈനസ് എ. ശരിയല്ല? ഇനി ഇവിടെ ഓൾറെഡി 1 ആണ്, താഴെ 0 വരുത്തിയാൽ മതി. സോ ദിസ് ഇസ് ഈക്വലന്റ് ടു ഫസ്റ്റ് റോ there is no change, സെക്കൻഡ് റോ no change, 1 4 ബി മൈനസ് എ. ഇവിടെ 0 വരണം. സോ മൾട്ടിപ്ലൈ വിത്ത് 2 ആൻഡ് സബ്ട്രാക്ട്. സോ 0 2 മൈനസ് 2 0 8 7 മൈനസ് 8 മൈനസ് 1. ഇനി ഇവിടെ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ മൈനസ് 2 എ. സോ എ മൈനസ് 2 ബി പ്ലസ് സി. ശരിയല്ല? ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കൂടെ എന്താക്കി മാറ്റാം? 1 ആക്കി മാറ്റാം അല്ലേ? 1 ആക്കി മാറ്റാൻ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ ആയാലും നിങ്ങൾ റാങ്കിൽ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി നിങ്ങൾ പറ, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്? കോഎഫിഷ്യന്റ് മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണ് വരുന്നത്? റാങ്ക് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സിൽ 3 ആണ്. വാട്ട് ഈസ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്? റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്? റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്ക് എത്ര തന്നെയാണ്? 3 തന്നെയാണ്. അത് നേരത്തെ നോക്കിയപ്പോൾ ഇയാളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇയാൾക്ക് ഏത് വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ഒരു -1 വന്നുകൊണ്ട് റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് ഓൾവേസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ദാറ്റ് മീൻസ് എനി എ ബി സി ഇൻ R3, R3യിലെ ഏത് എ ബി സിയെ നിങ്ങൾക്ക് ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ കഴിയും. ക്ലിയർ? അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? റാങ്ക് ഓഫ് കോഎഫിഷ്യന്റ് മെട്രിക്സ് A is equal to rank of augmented matrix AB. Therefore, the system has a solution for all A, B, C in R3. For all values of A, B, C. Clear? That means this set span R3. നമുക്ക് വേണമെങ്കിൽ നോക്കൂ, ഈ എ ബി സി നമ്മൾ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതല്ലേ വേണ്ടത്. അതിന് എഴുതിക്കാരൻ ആരുടെ വാല്യൂസ് ആക്കിയിട്ടുണ്ട്? C1 C2 C3 വാല്യൂ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അതുകൂടെ കണ്ടുപിടിക്കാം. ഇത് സോൾവ് ചെയ്താൽ മതി. നോക്കൂ, ഇത് നിങ്ങൾ സിസ്റ്റമാക്കി വീണ്ടും മാറ്റുകയാണെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C3 ഈസ് ഈക്വൽ ടു A. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് C2 പ്ലസ് 4C3 ഈസ് ഈക്വൽ ടു B മൈനസ് എ. ലാസ്റ്റ് എടുക്കുകയാണെങ്കിൽ -C3 ഈസ് ഈക്വൽ ടു A മൈനസ് 2B പ്ലസ് സി എന്ന് കിട്ടും. ഫ്രം ഹിയർ വാട്ട് ഈസ് C3? ഫ്രം ഹിയർ C3 ഈസ് ഈക്വൽ ടു -A പ്ലസ് 2B മൈനസ് സി. ഇവിടെ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ആരുടെ വാല്യൂ കിട്ടും? C2 കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. നൗ C2 ഈസ് ഈക്വൽ ടു B മൈനസ് എ മൈനസ് 4C3. ദാറ്റ് ഈസ് ഈക്വൽ ടു B മൈനസ് എ മൈനസ് 4 ഇൻറ്റു മൈനസ് എ പ്ലസ് 2B മൈനസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് എ ഉണ്ട്, ഇവിടെ പ്ലസ് 4 ഉണ്ടാവും. സോ 3A. ഇവിടെ -8B ഉണ്ട്, ഇവിടെ B ഉണ്ട്. സോ -7B. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4C ഉണ്ടാവും. 4C തന്നെ ഉള്ളൂ. പ്ലസ് 4C. ശരിയല്ലേ? B മൈനസ് എ. സോ ദിസ് ഈസ് 4A മൈനസ് എ 3A -8B പ്ലസ് B -7B പ്ലസ് 4C. ശരിയാണ്. Now what is C1? Now C1 is equal to ഇവിടുന്ന് A minus C2 minus C3. That is C1 is equal to A minus what is C1? What is C2? ഇതല്ലേ C2. So minus 3A plus 7B minus 4C minus C3. So plus A minus 2B plus C. സിംപ്ലിഫൈ ചെയ്യാം. എനെ കളക്ട് ചെയ്താൽ മതി. A minus 3A minus 2A minus 2A plus A minus A. 7B minus 2B 5B. സീനെ കണക്ട് ചെയ്യുമ്പോൾ
-4c + c -3c. ശരിയല്ലേ? a -3a -2a -2a + a -a. ഇനി ബി കളക്ട് ചെയ്യുമ്പോൾ 7b -2b 5b -4c + c -3c. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ABC-യിലെ നിങ്ങൾ ABC-ക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് C1 C2 C3 വാല്യൂ കിട്ടും. C1 C2 C3 നമ്മൾ പേരിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഇൻ ടേംസ് ഓഫ് ABC എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ചെറിയ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. നിങ്ങൾ R3 ന്ന് 1 1 1 എടുക്കുക. 1 1 1 1 1 പറ്റ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ കഴിയും. എങ്ങനെ എഴുതാം? 1 1 1 = C1. C1 ഇവിടെ എക്കും ബിക്കും സിക്കും ഒക്കെ 1 കൊടുത്താൽ മതി. 1 കൊടുത്താൽ അവിടെ -1 + 5 4 4 - 3 1. സോ 1 × 1 1 1 പ്ലസ് C2. ബാക്കിയുള്ളവരൊക്കെ 0 ആയിരിക്കും അല്ലേ? നോക്കാം നമുക്ക് C2 0 നോക്കാം. C2 ഉണ്ട്. അവിടെ എക്കും ബിക്കും സിക്കും 1 കൊടുത്തേ. 3 + 4 7 7 - 7 0. സോ 0 × ആരാണ്? 1 2 3 പ്ലസ് ഇനി C3 0 ആയിരിക്കും അല്ലേ? എടുത്ത് നോക്കൂ. എക്ക് 1 കൊടുത്ത് എല്ലാത്തിനും 1 എടുത്ത് നോക്കിയാൽ -1 -1 -2 -2 + 2 0. ദാറ്റ് ഈസ് 0 × 1 5 8. ശരിയല്ല? നോക്കിയാൽ 1 1 1 ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ്. ഏത് ABC നമുക്ക് ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ക്ലിയർ? ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസും R3-യിലെ വെക്ടേഴ്സാണ്. ഇത് R3 അല്ല, ഒരു പക്ഷേ മെട്രീസസ് ആവാം, വെക്ടർ സ്പേസ്. അപ്പോൾ ഇതേ രീതി തന്നെ ചെയ്യാം. ഇപ്പോൾ M2/2 നമ്മൾ ഈ ഒരു വെക്ടർ സ്പേസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, M2/2 ഈ ഒരു വെക്ടർ സ്പേസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ജനറൽ എലിമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ 2/2 മെട്രിക്സ് ABCD ചൂസ് ചെയ്യും. ക്ലിയർ? എന്നിട്ട് ലീനിയർ കോമ്പിനേഷൻ ഏതാണോ സെറ്റ് തന്നിരിക്കുന്നത് ലീനിയർ കോമ്പിനേഷൻ നോക്കുക. പോളിനോമിയൽസ് ആണെങ്കിൽ അവിടെ പോളിനോമിയൽ എടുക്കുക. ഓക്കെ. ഇപ്പോൾ സ്പാനിങ്ങിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.